വയനാട്ടിലിപ്പോൾ ഒരു വലിയ ദുരന്തമുണ്ടായി കേരളം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇതൊരു ട്രെയിലർ മാത്രമാണ്. ഇനി വരാനിരിക്കുന്നത് വലിയ ദുരന്തങ്ങളാണ് കേരളത്തിൽ എന്നുള്ളതാണ്. അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് 2018 മുതലാണ്, അതായത് 2050 മുതൽ തന്നെ നമുക്ക് പല ലാൻഡ് സ്ലൈഡുകൾ, ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേങ്കിൽ 2018 483 പേർ മരിച്ചു പോയിട്ടുള്ള ഒരു വലിയ പ്രളയമുണ്ടായി എന്ന് നമുക്കറിയാം. പിന്നീട് 2019, 20, 21 ആയിട്ട് കുത്തുപാറ, അതുപോലെ കവളപ്പാറ വലിയ ദുരന്തങ്ങളുണ്ടായി. അപ്പോൾ ആ ദുരന്തങ്ങളിൽ ഒരു സ്ഥലത്ത്, കവളപ്പാറ എന്ന് പറയുന്നത് മലപ്പുറത്താണ്, കുത്തുപാറ എന്ന് പറയുന്നത് ഇതേ വയനാട് തന്നെയാണ്. അവിടെ 18 പേരും മറ്റേ സ്ഥലത്ത് 56 പേരും ഇതുപോലെ മരിച്ചുപോയി. 2020 പെട്ടിമുടി ദുരന്തം ഉണ്ടാകുന്നത്. ആ പെട്ടിമുടി ദുരന്തത്തിൽ 76 പേര് മരിച്ചു എന്നാണ് കണക്ക്. പക്ഷെ ഇപ്പോഴും കിട്ടാത്ത മൃതദേഹങ്ങൾ നമുക്ക് നിരവധിയുണ്ട്. പെട്ടിമുടി എന്ന് പറയുന്നത് ലയങ്ങളിൽ താമസിച്ചിരുന്ന തമിഴ്നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെയാണ് മരിച്ചുപോയതിൽ മഹാഭൂരിപക്ഷം. ലയങ്ങളിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ ദുരിതപൂർണമായ കാര്യമാണ്. കാരണം തലമുറകളായിട്ട് ഈ ടീ എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്നവരാണ് അവിടെ താമസിക്കുന്നത്. അവർക്ക് വേറെ ജീവിതമോ ഒരു ഷോപ്പിംഗ് മാൾ സന്ദർശനമോ ഒന്നുമില്ല എന്ന് നിങ്ങൾ അറിയണം. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഓരോ തലമുറയും അവിടെ തന്നെ ജീവിക്കേണ്ടി വരുന്ന ആളുകളാണ്. അത്തരത്തിലൊരു കുടുംബത്തിലൊരു പെൺകുട്ടിയെയാണ് വണ്ടിപ്പെരിയാറിൽ ഒരു വൃത്തികെട്ടവനെന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്തേക്കുള്ള വാക്കുകൾ പ്രയോഗിക്കുകയാണ്. അവൻ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പീഡിപ്പിച്ച് കൊന്നത് അവൻ DYFIയുടെ സഖമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നേരത്തെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ദുരന്തങ്ങളായി ഓൾറെഡി ദുരിതം അനുഭവിച്ചവർക്ക് വീണ്ടും ദുരന്തങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 5000 പേരോളം ബാധിക്കുന്ന, അല്ലെങ്കിൽ ആ സ്ഥലം തന്നെ ഇല്ലാതായി പോകുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലാണ് വയനാട് ഉണ്ടായിട്ടുള്ളത്. 5000 പേരെങ്കിലും ബാധിക്കുന്നൊരു കാര്യമാണ്. ഇത്രത്തോളം മരണനിരക്ക് ഉയരും എന്നുള്ളതിൽ മാത്രമേ നമുക്കൊരു വലിയ ആശങ്കപ്പെടാനുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണ്ടേ. നേരത്തെ നമുക്കറിയാം, പലപ്പോഴും നമ്മളുടെ ആക്രാന്തവും അത്യാർത്തിയും കൊണ്ടിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അവരുടെ ഈ ആക്രാന്തവും അത്യാർത്തിയുള്ള ബിസിനസ്സുകാരും അവരുടെ കയ്യിൽ നിന്ന് പാർട്ട്ണർഷിപ്പ് എടുക്കുന്ന നമ്മുടെ രാഷ്ട്രീയക്കാരുമൊക്കെ ഉള്ളത് കൊണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ ആവർത്തിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ദുരന്തങ്ങളില്ലേ? തീർച്ചയായിട്ടും മറ്റൊരുപാട് സ്ഥലങ്ങളിൽ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ പോലും ശരിക്കും കർണാടകയിൽ തന്നെ നിരവധി സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടായിട്ടുണ്ട്. കോയമ്പത്തൂരിൽ ഏതാണ്ട് 3 പേര് മരിച്ചു പോയിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ കേരളത്തെ എടുത്തു നോക്കുമ്പോൾ ഇത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ സംഭവിക്കുന്നതിനും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ്. കാരണം നമ്മൾ ഒട്ടും ശാസ്ത്രീയമല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെക്കുറിച്ച് പഠിക്കാതെ വളരെ മണ്ടന്മാരായിക്കൊണ്ട്, പ്രബുദ്ധതയൊക്കെ ഉണ്ടെന്ന് നമ്മൾ വെറുതെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ മണ്ടന്മാരായിക്കൊണ്ട് അങ്ങേയറ്റത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ റിസോർട്ടുകൾ പണിയുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് തന്നെ ഭൂമി കയ്യേറി പ്രകൃതിയെ നമ്മൾ അങ്ങേയറ്റം ദ്രോഹിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുന്നത്. ആ പ്രവൃത്തികൾ നടക്കുമ്പോൾ അവരൊക്കെ വിചാരിക്കുന്ന ഒരു താൽക്കാലികമായി നമുക്ക് നേട്ടമുണ്ടാകും, കുറച്ച് പണം ഉണ്ടാകും എന്ന് പറയുന്ന അത്യാർത്തിയാണ് അവരെയൊക്കെ നയിക്കുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി അവർക്ക് വലിയ നഷ്ടമുണ്ടാകും എന്നുള്ളത് അവർ തിരിച്ചറിയണം. ഇപ്പം തന്നെ വയനാട്ടിൽ നമുക്കറിയാം, ഞാൻ ഏതാണ്ട് കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് തന്നെ ഒരു December 31 January 1 ഒക്കെ ഞാൻ വയനാട്ടിൽ ചിലവഴിച്ച ഒരാളാണ്. അപ്പോൾ അങ്ങനെ ചിലവഴിക്കുമ്പോൾ തന്നെ അവിടെ വന്നിട്ടുള്ള റിസോർട്ടുകൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാം. അന്ന് അവിടെ ചെല്ലുമ്പോൾ തന്നെ റിസോർട്ടിൽ റൂം കിട്ടാനില്ലായിരുന്നു. പിന്നെ നമ്മുടെ പരിചയമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റൂം സംഘടിപ്പിച്ചെടുത്ത്. ആ സമയത്ത് തന്നെ അവിടെയുള്ള എല്ലാ റിസോർട്ടുകളും, ഏതാണ്ട് ഒരു 15ഓളം റിസോർട്ടുകൾ എനിക്ക് വേണ്ടി ഒരാൾ വിളിച്ചു നോക്കിയിട്ട് തന്നെ അത് മുഴുവൻ ഫില്ലാണ്. അപ്പോൾ ഇത്തരത്തിൽ പണം കിട്ടുന്ന കാര്യമാണെങ്കിൽ നമ്മൾ ഏത് വിധത്തിലുള്ള അതിക്രമവും പ്രകൃതിക്കെതിരെ ചെയ്യും എന്നുള്ളതാണ്. അത് പെട്ടെന്ന് പ്രതികരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മണ്ടന്മാരായ നമ്മൾ വിചാരിക്കുന്നത് ഇതിൽ നിന്ന് കുറച്ച് പണം ഉണ്ടാക്കാം. സത്യത്തിൽ ഇപ്പോൾ നിരവധി റിസോർട്ടുകൾ ഇതിനോടൊപ്പം ഒലിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ആളുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇവർക്ക് ബിസിനസ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിനൊക്കെ നടപടി എടുക്കേണ്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റുകളാണ്. ഗവൺമെൻറ് ഇതിലേക്കൊന്നും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു പാർട്ടിയുടെ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവരുടെ കയ്യിൽ നിന്ന് നക്കാപ്പിടിച്ച് മേടിച്ച് നക്കുന്നത് കൊണ്ടിട്ട് അവരാരും നടപടിയെടുക്കാറില്ല. നമ്മുടെ ഇവിടെ ഏതാണ്ട് 250-ലധികം വരുന്ന ക്വാറികൾ തന്നെ കേരളത്തിലുണ്ട്. ആ 250ഓളം വരുന്ന ക്വാറികളിൽ 23 ലൈസൻസ് വേണം ഒരു കോറി നടത്താൻ. ആ കോറികൾ 23 ലൈസൻസ് ഉള്ള കോറികളുടെ നമ്പർ 10-ൽ താഴെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഒരു കടക്കാരന് നാളെ ഒരു കട നടത്തുന്നതിന് ലൈസൻസ് എടുത്തില്ലെങ്കിൽ ചെന്ന് പൂട്ടിക്കുന്ന കോർപ്പറേഷൻ അധികാരികളുള്ള ഒരു നാട്ടിലാണ് ഇത്തരം വലിയ ക്വാറികൾ ഇവിടെ
ഒരു നിയന്ത്രണവുമില്ലാതെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇത് സംഭവിച്ചിട്ടുള്ള വയനാട്ടിൽ തന്നെ ഈ പറയുന്ന മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഹാരിസൺസ് മലയാളത്തിൻ്റെ ഒരു എസ്റ്റേറ്റും അതിനകത്തൊരു ക്വാറിയും ഉണ്ടെന്ന് കേൾക്കുന്നു. ക്വാറി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് ആളുകൾ പറയുന്നത്. പക്ഷെ പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും അത്തരത്തിൽ അനധികൃതമായിട്ടുള്ള നിരവധി ക്വാറികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് നമ്മുടെ ലാൻഡ് സ്ലൈഡുകൾക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഉരുൾപൊട്ടലുകൾക്ക് വലിയ കാരണമാകുന്ന ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെല്ലാ തരത്തിലുമുള്ള ഒരു വലിയ തോതിലുള്ള അതിക്രമം പ്രകൃതിയോട് ചെയ്തതുകൊണ്ട് പ്രകൃതി എന്നാണെങ്കിലും തിരിച്ചടിക്കുമെന്ന് ഉറപ്പാണ്. കേരളത്തിൽ അതുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. 2020 കഴിഞ്ഞ 10 കൊല്ലങ്ങളിൽ, അതായത് 2022 വരെയുള്ള കണക്കുകൾ, 2016 മുതൽ 72 വരെയുള്ള കണക്കുകളിൽ പോലും പറയുന്നത് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഒരു പ്രദേശം ഇന്ത്യയിൽ അത് കേരളമാണെന്നാണ്. നമുക്ക് അഭിമാനിക്കാൻ, നമ്മൾ നമ്പർ 1 ആണ്. 59% സാധ്യതയാണ് ഉരുൾപൊട്ടലുകൾക്ക് വേണ്ടി കേരളത്തിലുണ്ട് എന്ന് പറയപ്പെടുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പഠന റിപ്പോർട്ടാണ് ഞാൻ ഈ പറഞ്ഞത്, അല്ലാതെ എൻ്റെ റിപ്പോർട്ടല്ല. ഇനി നമ്മൾ പലപ്പോഴും താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വലിയ തോതിൽ നമ്മൾ വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മളങ്ങനെ കണ്ണടക്കും. 2019 മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന ഒരു മാന്യദേഹം, അദ്ദേഹം പഠിച്ചൊരു റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. ആ സമർപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞതാണ്, ഈ പശ്ചിമഘട്ട മലനിരകളെ നിങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ അതൊരു വലിയ വാട്ടർ ബോംബാണ്, അതുകൊണ്ട് നിങ്ങളത് വലിയ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സംഭവിക്കാൻ അധിക നാളൊന്നും വേണ്ടി വരില്ല, ഒരു 4-5 കൊല്ലം മതി എന്നാണ് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത്. ആ ഗാഡ്ഗിൽ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ആളുകൾ ഗാഡ്ഗിലിനെതിരെ എല്ലാവരും തന്നെ വടിയെടുത്തു. ക്രിസ്ത്യൻ സഭകളൊക്കെ ഗാഡ്ഗിലിനെതിരായി. ഗാഡ്ഗിലിനെ അനുകൂലിച്ചിട്ടുള്ള PT തോമസിന് വരെ മൂവാറ്റുപുഴ ഉപേക്ഷിച്ച് നേരെ പോരേണ്ടി വന്നു. ആ മൂവാറ്റുപുഴ ഉപേക്ഷിച്ച് അദ്ദേഹം പിന്നീട് എറണാകുളത്ത് വന്നാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇത് പരിസ്ഥിതി എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നവരോട് നമുക്ക് പുച്ഛമാണ്, പരിസ്ഥിതി പ്രവർത്തകരോട് നമുക്ക് പുച്ഛമാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് നാളത്തെ കാര്യങ്ങൾ മാത്രമാണ്. നമ്മളൊരു പ്രബുദ്ധതയുള്ള ബുദ്ധിയുള്ളവരല്ല. ബുദ്ധിയുള്ളവരാണെങ്കിൽ അവർ 50 കൊല്ലം കഴിഞ്ഞ് സ്വന്തം കൊച്ചുങ്ങൾ എങ്ങനെ വളരണം എന്നുകൂടി ആലോചിക്കും. നമ്മൾ അത്തരത്തിലുള്ള ആലോചനയൊന്നും നമുക്കില്ല. ഇപ്പോൾ എറണാകുളത്തുള്ള MG റോഡ് എന്ന് പറയുന്ന റോഡ് പണിയാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ചെന്നിട്ട് ഇപ്പോൾ അത് 70 ഫീറ്റ് റോഡാണ്, അത് 100 ഫീറ്റ് റോഡാക്കി പണിയാന്ന് പറഞ്ഞതാണ്. അപ്പോൾ തന്നെ നമ്മളൊക്കെ കൂടി എതിർത്തു. കാരണം നമ്മൾ വിചാരിച്ചത് 1-2 വണ്ടികൾ, 10-15 വണ്ടികളാണ് അതുവഴി പോകുന്നത്, എന്ത് പൊട്ടന്മാരാണ്, ഇത്ര വലിയ വീതി കൂട്ടണോ എന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇത് വേണ്ട, ഇത്ര 70 ഫീറ്റ് റോഡ് മതി എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് അറിയണം, ശരിക്കും 10 കൊല്ലം കഴിഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞ് വാഹനം ഇവിടെ വർദ്ധിക്കുമെന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബോധം പോലും നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഉണ്ടായില്ല. ഇത്തരത്തിലുള്ള ഈ പറയുന്ന പോലെ പൊട്ടന്മാർക്ക് ഉണ്ടായില്ല. അതാണ് സത്യം. ഇനി നമ്മളിപ്പോഴും പറയുന്നത് എന്താണ്? നാഷണൽ ഹൈവേയുടെ വീതി വേണ്ട എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് 60 മീറ്റർ വീതിക്ക് പകരം 45 മീറ്റർ മതി എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ തന്നെ ചെന്നിട്ടുള്ള ഏക സംസ്ഥാനം കേരളമാണ്. നമ്മൾ ഇലക്ട്രിസിറ്റി മറ്റുള്ളവർക്ക് കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് കരാറുണ്ടാക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മളിവിടെ 20 കൊല്ലം കഴിഞ്ഞ് ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി കൺസപ്ഷനിൽ ഉണ്ടാകാൻ പോകുന്ന വർധനവ്, AC-കളിൽ ഉണ്ടാകാൻ പോകുന്ന വർധനവ്, മൊബൈൽ ചാർജറുകൾ ഉപയോഗിക്കുന്നത്, എല്ലാ വീടുകളിലേക്ക് ഫ്രിഡ്ജ് ആകുന്നത്, ഇതൊന്നും നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ വെറും മണ്ടന്മാരായതുകൊണ്ട് ഇത്തരത്തിലുള്ള നിരവധി മണ്ടത്തരങ്ങൾ നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ എല്ലാവർക്കും ബുദ്ധിയില്ലാത്തതല്ല. ചില രാഷ്ട്രീയക്കാർക്കും ചില ഉദ്യോഗസ്ഥന്മാർക്കും വലിയ ബിസിനസ്സുകാർക്കും ഒക്കെ ബുദ്ധിയുണ്ട്. പക്ഷെ ആ ബുദ്ധി അവർ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് ചിക്കിളി മേടിച്ച് നക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ അനധികൃതമായ കോറികൾ പോലും കണ്ണടച്ചു കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ട് വന്നപ്പോഴേക്കും അതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള കല്ലുകൾ നമ്മുടെ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് താൽക്കാലികമായി പോലീസിനോട് ഈ അനധികൃത ക്വാറികൾ നടത്തുന്നതിനെതിരെ പോലും നമ്മുടെ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനോടൊക്കെ നടപടിയെടുക്കേണ്ട എന്ന് പറഞ്ഞത്. ഒരു ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഡയറക്ടറുടെ വീട്ടിൽ നിന്നാണ് ലക്ഷക്കണക്കിന് രൂപയുടെ കൈക്കൂലി നേരിട്ട് നമ്മുടെ വിജിലൻസ് പിടിച്ചെടുത്തത്. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കേരളത്തെ തുരന്നു തിന്നുന്ന പണിയാണ് ഈ പറയുന്ന താൽക്കാലികമായിട്ടുള്ള ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കൊക്കെ സംശയം തോന്നാം, മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സംഭവവികാസങ്ങളില്ല. തീർച്ചയായിട്ടും ഏറ്റവും വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ളത് US-ലാണ്. ഏതാണ്ട് 22 കിലോമീറ്ററാണ് ഉരുൾ പൊട്ടിയിട്ട് അത് നഗരങ്ങളിലേക്ക് വന്നത്. വലിയ രീതിയിലുള്ള ആളുകൾ കൊല്ലപ്പെട്ടു. പക്ഷെ ഇതിനെ താൽക്കാലികമായി ഈ പ്രദേശങ്ങളിൽ താമസിക്കരുത് എന്നെങ്കിലും പറയാൻ ഗവൺമെൻറ് തയ്യാറാവണം. താൽക്കാലികമായി അവരെ എന്ത് ചെയ്യാം? നമുക്ക് 2 തരത്തിൽ നടപടി എടുക്കാം. എങ്ങനെയാണ്? ഒന്ന്, താൽക്കാലികമായിട്ട് അവരെ രക്ഷിക്കാനുള്ള ഉപായങ്ങൾ തേടാം. മറ്റത്, നമ്മൾക്ക് കുറച്ചുകൂടി ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മളിത് ശാശ്വതമായിട്ട് ഇതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടാം. ഇത് രണ്ടും നമ്മുടെ
കാലാകാലങ്ങളിലിരുന്ന രാഷ്ട്രീയക്കാരും ഗവൺമെൻറ്റുകളും ഒന്നും തേടിയിട്ടില്ല. അപ്പോൾ ഉദാഹരണം നിങ്ങളോട് പറഞ്ഞാൽ ടോക്കിയോ എന്ന് പറയുന്ന സ്ഥലം, അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഷാങ്ഹായിലാണ്. അതിനു മുമ്പ് ടോക്കിയോ വലിയ തിരക്കുള്ള ഒരു നഗരമാണ്. ആ നഗരത്തിൽ സാധാരണ ഇപ്പോൾ എർത്ത് കേക്കുകൾ ഉണ്ടായാൽ, നിങ്ങൾക്കറിയാം, അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയാൽ അല്ലെങ്കിൽ ഭൂമി ഉലുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ അപകടങ്ങൾ ഉണ്ടാവാറില്ല, മരണങ്ങൾ ഉണ്ടാവാറില്ല. കാരണം അതിനനുസരിച്ചാണ് അവരുടെ ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്, വീടുകൾ പണിയുന്നത് ഒരു നിലയൊക്കെ ആയിട്ടാണ്. ഇതുപോലെ തന്നെ US അവരൊരുപാട് നടപടികൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ പാപ്പുഗിനിയ എന്ന് പറയുന്ന രാജ്യത്ത് അവരൊരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, നടപടികൾ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം നമ്മളിവിടെ ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിലാണ് നമ്മൾ നേരത്തെ ന്യൂനമർദ്ദം ഉണ്ടായിട്ടുള്ളത്. ഇപ്പം എന്തുകൊണ്ടാണ് ഈ പറയുന്ന അറബിക്കടലിലേക്ക് ന്യൂനമർദ്ദം വരുന്നത് എന്ന് പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇതിന് നമുക്ക് മാത്രം തടയാൻ കഴിയാത്ത നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനെയൊക്കെ മിനിമൈസ് ചെയ്യാൻ നമുക്ക് കഴിയും. നമുക്ക് പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകളോട് തന്നെ പരമപുച്ഛമാണ്. ഏതെങ്കിലും പരിസ്ഥിതിവാദി എന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് പുച്ഛമാണ്. അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. കാരണം ചില പരിസ്ഥിതിവാദികളെങ്കിലും അവർക്ക് ആളാകാൻ വേണ്ടി സമരം നടത്തുന്നവരാണ്, അല്ലാതെ സമരത്തോട് ആത്മാർത്ഥമൊന്നും ഉള്ളവരല്ല. പക്ഷെ മറ്റ് പല സമരങ്ങളോട് വിജയിക്കാത്തതിൻ്റെ കാരണം ജനത്തിന് ഇതിനോടൊരു താല്പര്യവുമില്ല. കാരണം പെട്ടെന്ന് നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ട് മിണ്ടാതിരിക്കുകയാണ്. ഇപ്പം മാലിന്യം തന്നെ പെട്ടെന്ന് നമ്മൾ ബാധിക്കില്ല, അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കും. അതുകൊണ്ടൊരു മാലിന്യം സംസ്കരിക്കുന്നതിനാൽ പ്ലാൻ ഉണ്ടാക്കാൻ ഉദ്യോഗസ്ഥരും ഗവൺമെൻറ്റും പഠിക്കും, ഇപ്പോൾ മേയർമാരും പഠിക്കും. കാരണം എന്താ, അതിനുവേണ്ടി ഒരു 10, 15, 20 കോടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതേസമയം 20 കോടി ഇവിടെ ആളുകൾക്ക് സൗജന്യമായി കൊടുക്കുന്ന, മറ്റേ ഹൈമാസ് ലൈറ്റ് വെക്കുന്ന, അതുപോലെയുള്ള എന്തെങ്കിലും തുക്കട തരികട പരിപാടി കാണിച്ചാൽ ഇവരുടെ പേരൊക്കെ അതിൻ്റെ പുറത്ത് എഴുതി വെക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജനത്തെ നിരന്തരമായി പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഏറ്റവും ഒടുവിൽ വിളിക്കും നമ്മൾ ഏറ്റവും ബുദ്ധിയുള്ള സമൂഹമാണ്, പ്രബുദ്ധരാണെന്ന് വിളിക്കും. നമ്മളൊരു ബുദ്ധിയുമില്ല, നമ്മൾ ശരിക്കും ഇരിക്കുന്ന കൊമ്പ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ആലപ്പുഴയിൽ തന്നെ കരിമണൽ ഖനനത്തിനെതിരെ ഏതാണ്ട് ഒരു സമരം തുടങ്ങിയിട്ട് 1000-ലധികം ദിവസം കഴിഞ്ഞൊരു സമരം തുടങ്ങിയിട്ട്, അത് സമരം നടത്തുന്നവരോ അല്ലെങ്കിൽ അതുവഴി പോകുന്നവരോ ഇത് ബാധിക്കുന്ന ആളുകളോ പോലും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യവും മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ വളരെ സുഖലോലുപരായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതിപ്പോൾ അവിടെ മാത്രം സംഭവിച്ചല്ല. പണ്ട് അമ്പൂരിൽ, തിരുവനന്തപുരത്ത് സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ മൂവാറ്റുപുഴയിൽ സംഭവിച്ചിട്ടുണ്ട്, ഇടുക്കിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം അനിയന്ത്രിതമായ മഴ പെയ്യുന്നതാണ്. 552 മില്ലിമീറ്ററാണ് കഴിഞ്ഞ ദിവസം മഴ പെയ്തിട്ടുള്ളത്. അപ്പോൾ ആ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലുണ്ടാകുന്ന വിള്ളലുകളിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുമ്പോൾ അത് വലിയ തോതിൽ ഈ പറയുന്ന പാറക്കല്ലുകളൊക്കെ തന്നെ ഉരുണ്ട് വന്ന് നേരെ നമ്മുടെ വീടിൻ്റെ മുകളിൽ പതിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്തേക്ക് പോവുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ലോകത്ത് പല രാജ്യങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. കേരളം പക്ഷേ അതീവ സുന്ദരമായ ഒരു രാജ്യമായിരുന്നു. എന്നെ കാണാൻ വേണ്ടിയിട്ട് നേരത്തെ ഇവിടെ ഒരു നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് 2 പെൺകുട്ടികൾ അമേരിക്കയിൽ നിന്ന് വന്ന് കുറച്ച് ദിവസങ്ങളോളം, ഏതാണ്ട് ഒരു 5-6 മാസത്തോളം അവർ കേരളത്തിലൊക്കെ താമസിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. അപ്പോൾ ഞാൻ അവരെ കുറേ ദിവസങ്ങളിൽ അവരുടെ ഒരു കൂടെ നടക്കുകയും അവർക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ തന്നെ അവിടെയുള്ള ആ പെൺകുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് എത്ര സുന്ദരമായിട്ടുള്ള നാടാണ്, പക്ഷെ എന്നിട്ടും എന്താണ് നിങ്ങളത് കൃത്യമായി പരിപാലിക്കാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഡെവലപ്മെൻറ്റ് ഇങ്ങനെയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. സത്യത്തിൽ ഈ ഭൂമിയിലേക്ക് മനുഷ്യർ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവനോട് വലുതായിട്ട് പണിയെടുക്കാൻ പോലും പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതായത് നാച്ചുറലി ഉണ്ടാകുന്ന കായ്കനികളൊക്കെ ഭക്ഷിച്ച് വളരെ സുഖമായി വൈകുന്നേരങ്ങളിൽ വരെ ജോലിയൊന്നും എടുക്കാതെ തന്നെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്ക് മുൻപുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം നമ്മൾ ഡെവലപ്മെൻറ്റ്, വികസനം എന്ന് പറഞ്ഞു വന്ന് നമ്മൾ കോട്ടിലേക്കും സ്യൂട്ടിലേക്കും നമ്മൾ ജോലി എടുക്കാവുന്ന കാര്യങ്ങളിലേക്കൊക്കെ കടന്നു. അതിന് പോലും ആവശ്യം ഉണ്ടായില്ല. കാരണം കൃഷി പോലും ചെയ്യേണ്ട കാര്യമില്ല. നേരത്തെ വളരെ നാച്ചുറലായി ഒരു മരത്തിൽ നിന്ന് പഴങ്ങൾ വീഴും, അതിൽ നമുക്ക് ആവശ്യമുള്ള 100 എണ്ണം വീഴുമ്പോൾ നമുക്ക് ആവശ്യമുള്ള 80 എണ്ണം നമ്മൾ എടുക്കും, ബാക്കി 20 എണ്ണം അവിടെ കിടക്കും. അതിൽ നിന്ന് പുതിയ മരങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ നാച്ചുറലായി കാടുകൾ രൂപപ്പെടുകയും അതിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുവിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ എടുക്കുകയും ഹിംസമൃഗങ്ങളിൽ നിന്ന് നമ്മളെ സ്വയം സംരക്ഷിച്ച് നിർത്തുകയൊക്കെ മാത്രമേ നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ നിന്നും നമ്മൾ നടന്ന് ശരിക്കും സ്യൂട്ടിലേക്കും കോട്ടിലേക്കും പിന്നെ യൂട്യൂബുകളിലേക്കും അതുവഴി ഏതാണ്ട് 1 മില്യൺ വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനെന്തോ രാജാവായി എന്നും
ഞാൻ മുഖ്യമന്ത്രിയോ ധനമന്ത്രിയോ ഒക്കെ ആയിരുന്നെങ്കിൽ എൻ്റെ കുടുംബം രക്ഷപ്പെട്ടു എന്നും കുറച്ച് പണം കൊള്ളയടിച്ച് ഞാൻ ദുബായിലോ അല്ലെങ്കിൽ ന്യൂയോർക്കിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായി ജീവിക്കാമെന്നും ഒക്കെ വിചാരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നൊരു ദിവസമായിരിക്കാം, അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റും, നമ്മുടെ കുടുംബങ്ങളൊക്കെ യാത്ര ചെയ്യുന്നൊരു ദിവസമാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ എന്താകും അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ വയനാട് ഞാനൊരു 3 ദിവസം നിന്നു എന്ന് പറഞ്ഞു, ആ സമയത്താണ് ഇത് സംഭവിക്കുന്നതെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് യാത്ര ചെയ്യാതിരിക്കാൻ പറ്റില്ല. യാത്ര ചെയ്യുമ്പോഴാണ്, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട്, അതായത് ഒരു ബൈക്കുകാരൻ യാത്ര ചെയ്യുമ്പോൾ നേരെ ഒരു കല്ല് വന്ന് ആ ബൈക്കിലേക്ക് വീണ് അവൻ ഇപ്പുറത്തുള്ള അഗാധമായ ഗർത്തത്തിലേക്ക് വീണു പോവാണ്. ഒരു ആനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കരടിയോ മൃഗമോ ഒക്കെ ഇറങ്ങി നമ്മൾ ആക്രമിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം മനുഷ്യൻ എന്ന് പറയുന്ന ആളുകളുടെ ആക്രാന്തമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രകൃതി ഇതിനെല്ലാം തിരിച്ചടി നൽകും, ഇതെല്ലാം തിരിച്ചെടുക്കും. 87ഓളം ഡാമുകളുണ്ട് കേരളത്തിൽ. ഏതെങ്കിലും ഒന്ന് പൊട്ടിപ്പോയാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അപകടമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മളൊരു രോഗം വന്നു, അതിന് മരുന്ന് കണ്ടുപിടിച്ചു, അപ്പോൾ നമ്മൾ ഭയങ്കര മിടുക്കനായി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മളൊരു മൊറാലിറ്റിയിലൊക്കെ വലിയ വീഴ്ച ഉണ്ടാകുമ്പോഴാണ് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം വന്നത്. അതിനുശേഷം നമ്മുടെ വീടിനകൾക്കകത്ത് അടച്ചിരിക്കുകയും പ്രകൃതി തന്നെ സ്വയം ഇത് ക്ലീൻ ചെയ്യാനുള്ള ഒരു പ്രോസസ്സായി മാറ്റുകയും ചെയ്തുകൊണ്ടാണ് കൊറോണ വന്നത്. കൊറോണ വന്ന് മാസങ്ങളോളം ഒരു തരത്തിലുള്ള ആക്ടിവിറ്റിയും ഇല്ലാതിരുന്നപ്പോൾ ഫ്രാൻസിലെയും പാരീസിലെയും ഒക്കെ ചില കനാലുകളിൽ അവിടെ ഉണ്ടായിരുന്ന അഴുക്കുകളൊക്കെ പോയി അതുവരെ കാണാത്ത മത്സ്യങ്ങളെ കണ്ടെത്തി എന്ന് പറയുന്ന വാർത്തയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ പ്രകൃതി എന്നാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ തിരിച്ചു പിടിക്കും. ആ പ്രകൃതി അതിൻ്റെ സാധാരണ ലെവലിലേക്ക് തിരിച്ചു വരും. ഈ ഡാമുകൾ പോലും നമ്മളിപ്പോൾ കേരളത്തിന് താങ്ങാവുന്നതിനേക്കാൾ 87 ഡാമുകളിൽ നമ്മൾ വലിയ തോതിൽ വെള്ളം അതിൻ്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പിടിച്ചു നിർത്തിയേക്കാണ്. അതെന്തെങ്കിലും വഴി മാറി ഒഴുകും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വേണം എൻ്റെ പ്രിയപ്പെട്ട ഭരണാധികാരികളും ജനപ്രതിനിധികളും ഒക്കെ ഇനിയെങ്കിലും തീരുമാനമെടുക്കാൻ. നിങ്ങൾ ആക്രാന്തം കാണിക്കൂ, കുറച്ചൊക്കെ അടിച്ചു മാറ്റൂ, പക്ഷെ മുഴുവനായും തന്നെ ഭൂമിയെ തുറന്ന് തിന്നല്ലേ. നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു കറി പൗഡറിൽ അത് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഒക്കെ തന്നെ ഇപ്പോൾ ഈസ്റ്റേണിൽ അല്ലെങ്കിൽ MDH മസാലകളിലൊക്കെ തന്നെ വലിയ വിഷമുണ്ട് എന്ന് പറഞ്ഞു. നമ്മളതിനെ നിരോധിച്ചിട്ടില്ല. നമ്മൾ ഡിജിറ്റൽ ഫാർമ എന്ന് പറയുന്നൊരു കമ്പനി, അവർ മരുന്ന് കൊടുത്ത ഡിജിറ്റൽ ഫാർമ വിഷൻ എന്ന് പറയുന്ന ഡിജിറ്റൽ വിഷൻ ഫാർമ എന്ന് പറയുന്ന ഒരു കമ്പനി മരുന്ന് കൊടുത്തിട്ട് കാശ്മീരിലെ 12ഓളം വരുന്ന 1 വയസ്സിനും 2 വയസ്സിനോടൊക്കെയുള്ള കുട്ടികൾ മരിച്ചുപോയി. പക്ഷെ നമ്മൾ എന്നിട്ടും അവരോട് വളരെ സൗമനസ്യം കാണിച്ചു. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ രാഷ്ട്രീയക്കാർക്കും അതുപോലെ തന്നെ ഈ പറയുന്ന വലിയ ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ ചിക്കിളി കിട്ടുകയും അതില്ലാതെ അത് മേടിക്കാത്ത പാവപ്പെട്ട മാധവ് ഗാഡ്ഗിലിനെ പോലെയുള്ള ആളുകളെ നമ്മൾ ക്രൂശിക്കുകയും PT തോമസിനെ മൂവാറ്റുപുഴയിൽ നിന്ന് ഓടിച്ച് എറണാകുളത്ത് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയും ചെയ്യുന്നു എന്നതുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇതൊന്നും പഠിക്കുകയും അറിയുകയും ചെയ്യാത്ത സാധാരണക്കാരായ ആളുകൾ, മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന പ്രത്യേകിച്ചും ആളുകൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ട്രെയിലർ മാത്രമാണ്. വലുത് സിനിമ റിലീസ് ചെയ്യാനിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.